ഞാൻ ചോദിക്കുന്നത് ചോദിച്ചു, എന്തുവേണമെങ്കിലും ചോദിച്ചു. ചോദിക്കുന്നത് സാറ് രാവിലെ ട്രോളാണ്. ഈ പറയുന്നത് പോലെ ഒരു വിഭാഗം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുൻ സർക്കാർ ചെയ്യുമ്പോൾ ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഈ സർക്കാർ വരുമ്പോൾ ഇത് തിരിച്ച് പറയുന്നത്. എന്നാൽ സാറ് പറഞ്ഞ പോലെ ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും വലിയ ഞാൻ താങ്കളോട് പറയാം, മുൻ സർക്കാർ ചെയ്തതില്ല ശരികേട് എവിടെയാണെന്ന് ഞാൻ പറയാം. ഞാനത് തുറന്നു പറയാം, എനിക്ക് മടിയൊന്നുമില്ലല്ലോ. കാരണം ഞാൻ ആരുടെ നിന്ന് കാശൊന്നും മേടിച്ചിട്ടില്ല. ഈ മുൻ സർക്കാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ബന്ധു നിയമനത്തിന്റെ പേരിൽ 2 പേർക്കാണ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്. ഒന്ന് KT ജലീലാണ്. KT ജലീൽ ചെയ്തതെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഓഫീസറായിരുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് KT അദീബ് അദ്ദേഹത്തിന്റെ ബന്ധുവിനെ വിളിച്ചുകൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചുമതലക്കാരനാക്കി ഏറ്റവും മെയിൻ ഉദ്യോഗസ്ഥനാക്കി വെച്ചു എന്നുള്ളതാണ്, ചീഫാക്കി വെച്ചു. അതിലൊരു തെറ്റുണ്ട്. കാരണം എന്താണ്, അതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല, മനസ്സിലായി. അതൊരു പൊതുമേഖല സ്ഥാപനത്തിന്റെ MD എടുക്കുകയാണ്. ഓക്കെ, KT ജലീൽ അതിന് കാശ് മേടിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഭവം ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. KT ജലീൽ ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായി തന്നെ വെച്ചതായിരിക്കും. എന്താ വെച്ചാൽ KT അദീബും മിടുക്കനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ പ്രസ്ഥാനം രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിച്ച് വെച്ചതായിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതിനും എന്തിനും അങ്ങോട്ട് മാധ്യമങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അത് തെറ്റുമാണ്. കാരണം അങ്ങനെ വെക്കാൻ പാടില്ല. KT ജലീൽ ചെയ്തത് ശരിയല്ല. പിന്നെ അടുത്തത് എന്താണ്, പിന്നെ അടുത്തത് EP ജയരാജന്റെ കേസിലാണ് ബന്ധു നിയമനത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. അതെല്ലാം തന്നെ ഒരു ഗവൺമെന്റിൽ നടത്തിയിട്ടുള്ള മറ്റു തരത്തിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഇതങ്ങനെയുള്ളത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ കുത്തക അവകാശമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന കാര്യമാണ്. കാരണം 5 കൊല്ലത്തേക്കുള്ള